സീനാണ്. അടിപൊളി ഗൈസ്. അപ്പം നമ്മൾ മണാലിയിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ റൂം ബുക്ക് ചെയ്തിട്ട് റൂമിൽ പോയി സെറ്റിലാവണം. ഫാമിലിയുടെ റൂം ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിലൊരു കാറിൽ കയറി റൂമിൽ പോയി സെറ്റിലായിട്ട് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങണം. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. സാഗർ റിസോർട്ട് എന്നാണ് റിസോർട്ടിൻ്റെ പേര് പറഞ്ഞേക്കുന്നത്. നമ്മൾ റൂമൊക്കെ എടുത്ത് പേയ്മെൻറ്റൊക്കെ നടത്തി സെറ്റായിട്ടുണ്ട്. നമ്മളിവിടെ റിസപ്ഷൻ എന്തോ കാര്യങ്ങൾ ഡീൽ ചെയ്യുക. ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അതെ അതെ, നമ്മളിത് അഗോഡയിൽ 510 രൂപയ്ക്കാണ് ബുക്ക് ചെയ്തത്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മുടെ റൂമും അടിപൊളിയാണ്. റൂം ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിലത്തെ വ്യൂ ഇതാണ്. റൂമിലത്തെ വ്യൂവും അത്യാവശ്യം അടിപൊളിയാണ്. 500 രൂപയ്ക്ക് പക്കാ വർത്തിട്ടാണ്. ഇനിയിപ്പോൾ കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് മണാലിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇന്ന് ഫുൾ മണാലിയിലാണ് സ്റ്റേ. ഇവിടെ മണാലി. നാളെ എന്നിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകണം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെടുത്ത റൂം. അത്യാവശ്യം ഡീസൻറ്റ് റൂമാണ്. 500 രൂപയ്ക്ക് ഭയങ്കര വർത്തിട്ടാണ്. അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂം അത്യാവശ്യം ഡീസൻ്റാണ്. അതുപോലെ എന്താ കൈ ചൂടാക്കണോ? നല്ല തണുപ്പുണ്ടല്ലേ? ബിസിനെ എങ്ങനെയുണ്ട്? റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇറങ്ങിയപ്പോ നമ്മുടെ 800 രൂപ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അത് ചെറിയ റൂമായിരുന്നു. പക്ഷെ നമുക്ക് ഓൺലൈൻ ചെക്ക് ചെയ്തപ്പോ 500 രൂപ. 500 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആണ്. മെയിനായിട്ട് എല്ലാം ശ്രദ്ധിക്കുന്നത് വരുമ്പോ നമ്മുടെ ക്യാബ് ഡ്രൈവേഴ്സ് കൂടുതൽ എമൗണ്ട് വാങ്ങും. പെർ കിലോമീറ്റർ കുറച്ച് അവരൊക്കെ കുറച്ച് കത്തിയാണ്. പക്ഷെ ഹോട്ടൽ അത്യാവശ്യം ഡീസൻ്റ് ആണ്. അവിടെ നിന്നൊക്കെ ബുക്ക് ചെയ്തത് കൊണ്ടായിരിക്കും. നമ്മുടെ ഓൺലൈൻ നമ്മള് 3 ആളുണ്ടായതുകൊണ്ട് അധികം ഹോട്ടൽസും ഒരു ബെഡ്റൂം 2 ആളാണ് പ്രിഫർ ചെയ്യുന്നത്. 3 ആളിട്ട് കൊടുത്തപ്പം ഇവിടെയാണ് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ലോ പ്രൈസ് നല്ലതാണ്. സംഭവം കൊള്ളാം. നല്ല വ്യൂ, അത്യാവശ്യം നല്ല ഡീസൻറ്റ് വ്യൂ ഉണ്ട്. ഒരു ഫോറസ്റ്റ് വ്യൂ പോലെയൊക്കെ. നമ്മുടെ ഹോട്ടലിൻ്റെ ഔട്ട് വ്യൂ ആണ്, ഔട്ട് സൈഡ് വ്യൂ ആണിത്. ഒരു രക്ഷയില്ല. നല്ല കിണ്ണൻ വ്യൂ. ഇതുണ്ടോ? സ്നോ ഉണ്ടോ? ഗൈസ്, ജസ്റ്റിൻ, ഷാമിൽ, ചെക്കന്മാര് ചില്ലിങ്. കൊള്ളാം. ഇത് നമ്മുടെ ഹോട്ടലിൽ തന്നെ നല്ല വൈബുണ്ട്. ഇനി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സീനായിരിക്കും. കൊള്ളാം. നമ്മുടെ സ്റ്റേയുടെ മുകളിലുള്ള ഒരു ടെമ്പിളിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല ട്രക്കിംഗ് ആയിരുന്നു. അത്യാവശ്യം മടുത്തു. ഇതാണ് ടെമ്പിള്. എന്തോ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തോ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഒരു ജയന്റ് വീല് കയറിയേക്കാണ്. മണാലിയുടെ അടുത്തുള്ള ഒരു ജയന്റ് വീലാ. ഇവിടെ പയ്യെ പോകാൻ വേണ്ടിയിട്ട് ഒരു പറക്കുവാണല്ലോ സ്പീഡില്. ഓരോരുത്തരും ഓരോ ഇതിലാണ് കയറിയേക്കുന്നത്. പക്ഷെ കൊള്ളാം, രസം, നല്ല വ്യൂ ഉണ്ട്. ഇപ്പം നമ്മൾ എത്തി വന്ന് നിൽക്കുന്നത് ഓൾഡ് മണാലിയിലാണ്. ഓൾഡ് മണാലിയിൽ ഫ്ലഡൊക്കെ വന്ന ആകെ പാലമൊക്കെ പൊട്ടി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇതെല്ലാം റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഫ്ലഡ് വന്ന് എല്ലാം നശിച്ചു പോയതാണ് തോന്നുന്നു. ഓൾഡ് മണാലി ആ പാലമൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഫുൾ കടകളാട്ടോ. കടകളുടെ മേളയാണ്. ഇവിടെ എല്ലാം കിട്ടും. കഴിക്കാനും കുടിക്കാനും ഡ്രസ്സ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം നീണ്ടു നിവർന്ന് നടക്കുക. ഇതൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പ് എത്താറായി. താഴേക്ക് ഫുൾ കടകളാണ്. അത്യാവശ്യം തണുപ്പുണ്ട്. രാത്രിയായി. നേരത്തെ ഇരുട്ടാവും ഈ സമയം കൊണ്ട്. ഡിസംബർ ആവാറായില്ലേ. നല്ല തണുപ്പുണ്ട്. കൊള്ളാം. നല്ല ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. ഇപ്പം മണാലിത്തെ ലാസ്റ്റ് നൈറ്റാണ്. നമ്മൾ താക്കൂർ ഡാബേന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. ഓക്കെ, താക്കൂർ ഡാബയിൽ കയറി ഫുഡ് കഴിച്ച് എക്സ്പീരിയൻസ് നോക്കാം. ലെറ്റ്സ് ഗോ.
ഇപ്പോൾ നമ്മൾ മണാലിയിൽ വന്നിട്ട് ഹിഡൻ സ്പോട്ടിൽ വന്നിട്ട് മട്ടൻ താലി മീൽസ് കഴിക്കും. താലി മീൽസ് എന്നൊക്കെ പറയുന്നവർ നല്ല 3-4 പീസുള്ള നല്ല ചൂട് വാർന്ന മട്ടൻ കറി. ആ ചൂട് വാർന്ന മട്ടൻ കറിയുടെ കൂടെ നല്ലത് ചൂട് വാർന്ന റൊട്ടിയും, ഇതൊക്കെ പഠിച്ചിട്ടുള്ളൂടാ. ചൂട് വാർന്ന റൊട്ടിയും നല്ല ഇച്ചിരി ചോറും, നല്ല ചൂടുള്ള ചോറും, പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ ഇവിടുത്തെ സ്ഥിരമായിട്ടുള്ളതാണ്. കുറച്ച് മുളക് ചമ്മന്തി, ചോറും ഉണ്ടായി. ഈ മട്ടനാണ്. മട്ടൻ്റെ വേവൊക്കെ നോക്കി. ടെൻഡർ എന്നൊക്കെ പറഞ്ഞ പോലെ വെരി ടെൻഡറി. ഇതും ചെറിയൊരു കഷ്ണം ഉള്ളിയും ഈ മട്ടനും ഇച്ചിരി ചോറും. ഇവിടെ വന്നിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് കുറേ നാളായല്ലോ. അങ്ങനെ അതൊക്കെ കൂടി കഴിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ഉണ്ടല്ലേ. ഇവിടെ വന്നിട്ട് കുറച്ച് നാളത്തിന് ശേഷം നമ്മൾ എത്ര നല്ല ഫുഡ് കഴിക്കുന്നത്. ട്രിപ്പ് തുടങ്ങിയിട്ട് അടിപൊളി, രക്ഷയില്ല. എന്ന് പറയാനുള്ളത് ചോറും മട്ടന്റെ ഗ്രേവിയും പിന്നെ ചപ്പാത്തിയും അൺലിമിറ്റഡ് ആണ്. വയറ് പൊട്ടർ വരെ ഒഴിക്കാം. വെറും 200 രൂപ അല്ലേ? അൺലിമിറ്റഡ് ആ സംഭവം. 3-4 പീസ് ഉണ്ടാവും. ഒന്നെങ്കിൽ 3 മിനിമം 3, ചിലപ്പോൾ 4 കിട്ടും. പിന്നെ റൊട്ടി, ചോറ്, ഉള്ളി, ചമ്മന്തി, കറി, അൺലിമിറ്റഡ്. എത്ര വേണം ചോദിക്കാം, എത്ര വേണമെങ്കിലും കഴിക്കാം. ആ 200 രൂപ കൊടുത്താൽ മതി. ഒരു കൗണ്ട് ചെയ്യൂല നമ്മളോട് പറഞ്ഞത്. കൗണ്ടേ ചെയ്യുന്നില്ല, നിങ്ങൾ എന്ത് വേണേലും കഴിച്ചോളൂ. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. ബാക്കി വ്ളോഗ്സിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക.